ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിലെ ഞെട്ടിക്കുന്ന ക്രമക്കേടിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടിരുന്നത്. നിർദ്ദിഷ്ട യോഗ്യത ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ശബരിമലയിലെ മേൽശാന്തി പട്ടികയിൽ ഇടം നേടിയത് എന്നും അങ്ങനെ ഒരാളാണ് ഇപ്പോഴത്തെ ശബരിമലയിലെ മേൽശാന്തിയായിട്ടുള്ള ഇ.ഡി. പ്രസാദ് എന്ന വാർത്തയായിരുന്നു ഞങ്ങൾ തെളിവുകൾ സഹിതം നൽകിയത്. പ്രത്യേകിച്ച് 3 നേരം പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ മേൽശാന്തി പദവിയിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നതാണ് അടിസ്ഥാന യോഗ്യതയായി ദേവസ്വം ബോർഡ് പറയുന്നത്. അതേസമയം അത്തരം യോഗ്യതയില്ലാത്ത ആളാണ് ഇ.ഡി. പ്രസാദ് എന്ന് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ ആരാണ് ഇ.ഡി. പ്രസാദിന് ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ശബരിമലയിൽ കാലങ്ങളായി വലിയ ക്രമക്കേടുകൾ ആണ് നടക്കുന്നത് എന്നതാണ് ആ വിമർശനം. നമുക്കറിയാം, ശബരിമല ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അവിടെ നിന്ന് മോഷണം പോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ശബരിമലയിൽ പൂശിയിരുന്ന സ്വർണം ഉൾപ്പെടെ അത് വഴിപാടായി ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സ്വർണ്ണപ്പാളികൾ അടക്കം, അതിൽ പൂശിയിരുന്ന സ്വർണം അടക്കം ഉരുക്കി വലിയ തട്ടിപ്പ് നടത്തിയെന്ന വാർത്തയോടൊപ്പം തന്നെയാണ് ശബരിമലയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന ഈ വാർത്ത കൂടി ന്യൂസ് 18 പങ്കുവച്ചത്. ആ വാർത്തയിൽ ഇപ്പോൾ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ വിഷയത്തിൽ പരിശോധനയുണ്ടാകും എന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയും ഗൗരവമേറിയ ഒന്നാണിത് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു, പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ ഈ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തും എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ ആ ഞെട്ടിക്കുന്ന വാർത്തയുടെ തുടർ വാർത്തകളിലേക്കാണ് പോകുന്നത്. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്ന് പരാതി ഉയരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് രാജകുടുംബം അടക്കം പരാതി നൽകിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതികൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന പ്രതികരണം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേവസ്വത്തിൽ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാകെ വ്യാപകമായ അഴിമതികൾ നടക്കുന്ന, കൊള്ളകൾ നടക്കുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നതിന് ഇടയിലായിരുന്നു അവിടെ പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു ക്ഷേത്രം, നമുക്കറിയാം ലോകത്തിലെ തന്നെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ക്ഷേത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന, ഒരു സീസണിൽ ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന, മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഒരു ദിവസം 1 ലക്ഷത്തോളം ഭക്തർ എത്തുന്ന, പലപ്പോഴും ഭക്തരെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് മാത്രം ദർശനം നടക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയാകാൻ നിർദ്ദിഷ്ട യോഗ്യതകൾ ഇല്ലാത്തവർ അപേക്ഷ നൽകുന്നു. അവർ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നു. അങ്ങനെ അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വാർത്തയായിരുന്നു ഞങ്ങൾ പുറത്തുവിട്ടത്. ഇപ്പോൾ ടോം കുര്യാക്കോസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ടോം ആണ് ചേരുന്നത്. ടോം, ഒരുപക്ഷെ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ പോലും ഏറെ ആലോചിച്ച് കൊടുക്കേണ്ടി വന്ന ഒരു വാർത്തയാണ്. കാരണം വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന ഒന്നാണ്, പലരും തൊടാൻ മടിക്കുന്ന ഒന്നാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ ഇതിനെല്ലാം മറ തീർക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ശബരിമലയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് നമ്മുടെ ഈ വാർത്ത പുറത്തുപോയതിനു ശേഷം നിരവധിയായ കോണുകളിൽ നിന്ന് അതിനെക്കുറിച്ച് നേരിട്ട് അറിയാവുന്നവർ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നുവെന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ടോം?
തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല മേൽശാന്തി നിയമനത്തിൽ ഇത്തരമൊരു തിരിമറി നടന്നിട്ടുണ്ട്. ഇ ഡി പ്രസാദ് മേൽശാന്തിയായത് വ്യാജരേഖ ചമച്ചാണ് എന്നെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നേതാവുമായിട്ടുള്ള പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു തിരിമറി, അതായത് മേൽശാന്തി നിയമത്തിൽ ഇത്തരമൊരു അട്ടിമറി, പാർട്ടി ഇടപെടലടക്കം നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മേൽശാന്തി എന്ന് പറയുമ്പോൾ ദൈവനിയോഗമായി കണക്കാക്കുന്നുവെങ്കിൽ, പക്ഷെ ഇവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യം ബോധ്യമായി. അങ്ങനെ വീണ്ടും നമുക്ക് കിട്ടിയ ആ പരാതികൾ വിശദമായി പരിശോധിച്ചു. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം പല രീതിയിലുള്ള രേഖകൾ നമ്മൾ ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന വിജ്ഞാപനങ്ങൾ ചോറ്റാനിക്കരയിലെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങളൊക്കെ പരിശോധിച്ചു. അതോടൊപ്പമാണ് ഈ മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാൻ ഇ ഡി പ്രസാദ് നൽകിയ അപേക്ഷയിലെ വിവരങ്ങളടക്കം കൃത്യമായും പരിശോധിച്ചത്. അതായത് അദ്ദേഹം നൽകിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, അതായത് ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അടക്കം തിരിമറി നടത്തുന്നുണ്ട് എന്ന് ബോധ്യമായി. അങ്ങനെയാണ് ആ വാർത്ത. പല രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചെങ്കിൽ പോലും പക്ഷെ വീണ്ടും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നമുക്ക് ഇഴകീറി പരിശോധിക്കേണ്ടതായി വന്നു. കാരണം ഇത് കൃത്യമായും പല രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല, ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അവിടെ വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ചെറിയൊരു പിഴവുണ്ടായാൽ പോലും അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ, ഒരു വിഷയമായതുകൊണ്ട് തന്നെ, വാർത്ത ആയതുകൊണ്ട് തന്നെ നമുക്കത് വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടതായി വന്നു. അങ്ങനെ ഒരു 2-3 ആഴ്ചയോളം പല കോണുകളിൽ പരിശോധിച്ചു. ചോറ്റാനിക്കരയിൽ അടക്കം നമ്മൾ പരിശോധിച്ചു. ആറേശ്വരൻ ക്ഷേത്രത്തിൽ നമ്മുടെ പ്രതിനിധി KP ധനേഷ് പോയി. ആറേശ്വരൻ ക്ഷേത്രത്തിലും 3 പൂജകൾ ഇല്ല എന്ന് മനസ്സിലായി. ചോറ്റാനിക്കര മേൽക്കാവിലല്ല കീഴ്ക്കാവിലാണ് ഇ ഡി പ്രസാദ് ജോലി ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത വരുത്തി. അത് വിവരാവകാശ നിയമപ്രകാരം ഈ കീഴ്ക്കാവിൽ കഴിഞ്ഞ 15 വർഷം കാലയളവിൽ സേവനം ചെയ്തിട്ടുള്ള മേൽശാന്തിമാരുടെ പട്ടിക അത് വിവരാവകാശ നിയമപ്രകാരം അത് സമാഹരിച്ചു. അങ്ങനെ ഓരോന്നും കൃത്യമായും പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഇടപെടലുണ്ടായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ഇതൊരു അയ്യപ്പന്റെ നിയോഗമാണ് ഈ വാർത്ത പുറത്തു വന്നത്. പുതിയ മേൽശാന്തിയെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ഇനിയുള്ള നിയമനങ്ങളിൽ സൂക്ഷ്മമായ പരിശോധന നടക്കും, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉറപ്പ് നൽകിയെങ്കിൽ പോലും അത് മാത്രം പോരായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഇ ഡി പ്രസാദ് മേൽശാന്തിയായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം വന്നു. അങ്ങനെ പന്തളം രാജകുടുംബാംഗം ശ്രീ രാജരാജവർമ്മ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും DGPക്കും വിജിലൻസ് മേധാവിക്കും പരാതി നൽകി. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത്. അതായത് ദേവസ്വം വിജിലൻസ് ആണ് നിലവിൽ അന്വേഷിക്കുന്നത്. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. കാരണം ദേവസ്വം വിജിലൻസ് തന്നെയാണ് ഇദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതായത് ഇദ്ദേഹം ഈ ഇ ഡി പ്രസാദ് മേൽശാന്തിയാകാൻ യോഗ്യനാണ് എന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചത്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായും 3 പൂജകളുള്ള ക്ഷേത്രത്തിലാണ് ഇ ഡി പ്രസാദ് ജോലി ചെയ്തിട്ടുള്ളത്, അദ്ദേഹം മേൽശാന്തി ആയിട്ടുള്ളത് എന്ന് ദേവസ്വം വിജിലൻസ് ഓഫീസറായിട്ടുള്ള ഈശ്വരൻ നമ്പൂതിരിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ നിയമനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് സത്യം പുറത്തു വരുമോ? കാരണം അതേം സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും അടക്കം പ്രതികൂട്ടിലാവുന്ന ഒരു വിഷയം, ഒരു വാർത്ത കൂടിയാണ്, ഒരു കേസ് കൂടിയാണിത്. കാരണം ഒരു കളങ്കിതനായിട്ടുള്ള വ്യക്തി, ഇത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. കാരണം ഇതൊരു വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുന്നതിനപ്പുറം ഒരു ക്രിമിനൽ കുറ്റമാണ്. കാരണം വ്യാജരേഖ ചമച്ചിട്ടുണ്ട്, അട്ടിമറിയിലൂടെയാണ്. കാരണം ഇത് പല തിരിമറികൾ നടത്തിയാണ് ഇ ഡി പ്രസാദ് മേൽശാന്തി ആയതിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി തീരുമാനമെടുത്തത്. മന്ത്രിയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ വിജിലൻസ് കൂടി, ദേവസ്വം വിജിലൻസ് മാത്രമല്ല വിജിലൻസ് കൂടി കേസിൽ അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ, അതായത് ശബരിമലയുടെ ചുമതലയുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയുടെ കൂടി മേൽനോട്ടത്തിലാണ് ഈ മേൽശാന്തി നിയമനം നടക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം, ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ, ഈ മേൽശാന്തി നിയമനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത്. ശബരിമലയിലെ അടുത്ത മേൽശാന്തിയുടെ നിയമനം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക്
ദേവസ്വം ബോർഡ് കടക്കുകയാണ് എന്നുള്ളതാണ്. ശബരിമലയിൽ വലിയ തോതിൽ നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം പുറത്തുവരുന്ന സാഹചര്യമുണ്ടാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം രാഷ്ട്രീയമായി കൂടിയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നതാണ്. അതിനു മുമ്പും വാർത്തകളിൽ ശബരിമല നിറഞ്ഞു നിന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. അത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പോലും മുൻ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യത്തെ നിലപാടിൽ നിന്ന് സർക്കാരിന് പിന്നീട് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ ജാതി മത ഭേദമന്യേ തന്നെ എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള വിശ്വാസികളെക്കാൾ ഏറെയായി അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രമേൽ വ്യത്യസ്തമാകുന്ന ഒരു കാനന ക്ഷേത്രം എന്നത് കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന, ഇത്രയധികം ഭക്തർ എത്തുന്ന ഒരു കാനന ക്ഷേത്രം എന്നത് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്.